അപ്പോൾ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. പത്തിരിപ്പാല മണ്ണൂർ കമ്പനിപ്പടിയിൽ റബ്ബർ ഷീറ്റും അടക്കയും മോഷ്ടിച്ച സൈനികനെ മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളശ്ശേരി വടശ്ശേരി സ്വദേശി അരുണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പത്തിരിപ്പാല മണ്ണൂർ കമ്പനിപ്പടിയിൽ റബ്ബർ ഷീറ്റും അടക്കയും മോഷ്ടിച്ച കേസിൽ സൈനികനെ മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളശ്ശേരി വടശ്ശേരി സ്വദേശി 30 വയസ്സ് പ്രായമുള്ള അരുണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വേങ്ങശ്ശേരി ഹരീഷ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ കടയുടെ പൂട്ട് പൊളിച്ചാണ് ഇയാൾ 400 കിലോഗ്രാം റബ്ബർ ഷീറ്റും അടക്കയും മോഷ്ടിച്ചത്. തുടർന്ന് ഇയാൾ മോഷ്ടിച്ചെടുത്ത സാധനങ്ങൾ മണ്ണമ്പറ്റയിലെ NA ട്രേഡേഴ്സ് എന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമ പ്രസാദിന്റെ കടയിലാണ് ഇയാൾ വിൽപ്പന നടത്തിയത്. അതിൽ 50,000 രൂപയുടെ 249 കിലോ റബ്ബർ, 5 കിലോ കുരുമുളക്, 8 കിലോ അടയ്ക്ക എന്നിവയാണ് ഉണ്ടായിരുന്നത്. അവധി കഴിഞ്ഞ് പട്ടാള ക്യാമ്പിലേക്ക് മടങ്ങാനിരിക്കവെയാണ് ഇയാൾ പിടിയിലായത്. മങ്കര പോലീസ് സ്റ്റേഷൻ SI ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഞങ്ങൾ മങ്കര പോലീസ് സ്റ്റേഷനിൽ കമ്പനിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് റബ്ബർ ഷീറ്റ്, കുറച്ച് കുരുമുളക്, അടയ്ക്ക എന്നുള്ള സാധനങ്ങൾ മോഷണം പോയത്, അതിൻ്റെ റിക്കവറി ആയിട്ട് ബന്ധപ്പെട്ട് വന്നാണ് ഇവിടെ മണ്ണമ്പറ്റ ഉള്ളൊരു കടയിൽ നിന്ന് ആ സാധനങ്ങളെല്ലാം റിക്കവറി ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് പ്രതി എവിടെയുള്ള? പ്രതി കോങ്ങാട് വടശ്ശേരിയിലുള്ള. ഇന്നലെ രാവിലെ ഇപ്പോൾ ഈ റബ്ബർ ഷീറ്റ് രാവിലെ ഒരു 8-9 മണിക്കൂറില്ല തോന്നുന്നു, ഏതാണ്ട് സമയം കറക്റ്റ് അല്ല പറയുന്നത്. ആ സമയത്ത് മൂപ്പര് കടക്കാരുടെ കട്ടുപറ ഷീറ്റ് കൂടെ കൊണ്ടുവന്നാണ്. അതിൻ്റെ തെളിവെടുപ്പായിട്ട് പോലീസുകാർ ഇവിടെ വന്നതാണ്. അപ്പോൾ 27 തിരിച്ചെടുത്ത് പോലീസുകാർ കൂടി. ഏകദേശം എത്ര രൂപ സാധനം ഉണ്ടായിരുന്നു? 50 രൂപ, 50,000 രൂപ. അതിവിടെ വിൽക്കുകയാണോ ചെയ്തത്? അത് അങ്ങോട്ട് ഇവിടെ തരാണ് ചെയ്തത്. വിൽക്കാൻ വേണ്ടി തന്നാണ്. വിൽക്കാൻ വേണ്ടി തന്നാണ്. അപ്പോൾ ചേട്ടൻ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? അക്കൗണ്ട് ട്രാൻസ്ഫർ കൊടുത്തിട്ട് അത് ഫണ്ട് തിരിച്ചു കിട്ടിയോ? അതിൻ്റെ എല്ലാം പറഞ്ഞില്ല. വൈകുന്നേരം തീരുമാനം എന്താ പറയുക.